രക്ഷപ്പെടാൻ പറ്റുമോ? എന്ത് സംസാരിക്കും? ഇവിടെ എങ്ങനെ മിണ്ടായിരിക്കണം, ഞാൻ നമ്മളെ വരും. അതിനായി ഇവിടുന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചത്, മനസ്സിലായോ? അതിനിവിടെ അവിടെ വഴി, ഇവിടെ ആ 4 ഭിത്തിയും കഥവും മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പോകാൻ? രണ്ടായിരത്തി നല്ല ആരോഗ്യം തുറക്കാൻ പറ്റും. എന്നിട്ട് വേണം അയാൾ നമ്മളെ കൊല്ലാൻ. നിനക്ക് എപ്പോഴും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, കൊല്ലുന്നു. അയാളെ കൊല്ലുന്നെങ്കിൽ എനിക്കാരെ പേടിയൊന്നുമില്ല. എത്ര ദിവസം ഇവിടെ കിടക്കുമെന്നറിയോ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ അലക്സ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഐ തിങ്ക് ഇത് നമ്മുടെ ഫസ്റ്റ് സൈക്കോളജിക്കൽ അനാലിസിസ് ആണെന്ന് തോന്നുന്നു, ശരിയല്ലേ? അതെ ഡോക്ടർ. അലക്സിന്റെ മനസ്സിനുള്ളിലെ വിഷമങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞോളൂ. നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മറ്റൊരാളോട് തുറന്നു പറയുമ്പോഴല്ലേ കൂടുതൽ റിലീഫ് കിട്ടുക. എന്നെ ഒരു സൈക്കാട്രിസ്റ്റ് മാത്രമായി കാണണ്ട, ഒരു ഫ്രണ്ടായി കണ്ടോളൂ. എന്ത് പറയാനാ ഡോക്ടർ, എന്നെ വിട്ടുപോയ ആ ഒരു വ്യക്തി ഇനി തിരിച്ചു വരില്ല. എനിക്കൊരു നല്ലൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ വിഷമം കൊണ്ട് പറയുമോ ഡോക്ടറെ, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാ. കാരണം എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരുപാട് കാലം പോലെ എനിക്കത് ഫീൽ ചെയ്യുന്നു. അലക്സ്, ഇമോഷണൽ ആവാതെ. ഞാൻ അലക്സ് ഒന്നുമല്ല, ഞാൻ ജോബി ജോൺ മാസ്റ്റർ. വൃത്തി അതെനിക്ക് മസ്റ്റാണ്. ഈ മുറിയില് തറയും വാഷ് ബേസിനും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. ഈ മഞ്ഞ ബോട്ടിൽ വാഷ് ബേസിനും ക്ലീൻ ചെയ്യണം. ഈ വെള്ള ബോട്ടിൽ തറ ക്ലീൻ ചെയ്യണം. ഈ മഞ്ഞ ബോട്ടിൽ കൊണ്ട് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യണം. ഈ വെള്ള ബോട്ടിൽ കൊണ്ട് ഈ ഫ്ലോർ ക്ലീൻ ചെയ്യണം. ഇവിടെ തനിക്ക് എന്താണ് വേണ്ടത്? താൻ എന്തിനാ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്? തന്റെ വാഷ് ബേസിൽ താൻ കഴിയണം ഞങ്ങൾ വിളിക്കുന്നത്. അതിന് ഞങ്ങളെ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പോയിട്ട് കാണിക്കുന്നത്. താൻ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നത്? തനിക്ക് എന്താ വേണ്ടെന്ന് പറ. ഞങ്ങൾ എന്ത് തെറ്റിയിട്ടാ ഞങ്ങളെ കൊണ്ടുവന്നേക്കുന്നത്?
എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്. Alex, relax. I think you are not comfort, right? ഉണ്ടാകല്ലേ. താനൊക്കെ കക്കൂസിന്റെ അത് കിടക്കുന്ന മലം പോലെ അത് ഫ്ലഷ് അടിച്ച് കളഞ്ഞ ഓടെ വല്ലതും പോയി കിടക്കും. അതുപോലെ ഞാൻ അടിച്ചാൽ ഓടെ വല്ലതും പോയി കിടക്കും കേട്ടോടോ. I think we need a second psychological analysis of the family. എന്തോ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. We need a second psychological analysis other than this. ഇറ്റ്സ് ഓൺലി എ ഡ്രീം. അത് വെറും ഒരു സ്വപ്നം മാത്രം. അതൊരു കനവ് മട്ടുമേ. ഇത് കേവലമൊക്കെ കല. ഇതു കേവല ಒಂದು ಕನಸು. യഹ് കേവൽ ഏക് സപ്നാ ഹേ. ഇന്നഹു മുജറദു ഹുൽമിൻ. ചുമ്മാ നിന്റെ അടുത്ത് താല്പര്യം. എന്നെ മാത്രമല്ല നമ്മളെല്ലാവർക്കും താല്പര്യമോ? നിന്നെയാണ് കൊണ്ടുപോയത്. നിന്നോടാണ് കൂടുതൽ താല്പര്യം. ഈ പ്രാന്തന്റെ അടുത്ത് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നു ആലോചിക്കാൻ.
നീ ആരാ? നീ ആരാ? നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 4 വയസ്സുണ്ട്. നിന്റെ പേരെന്തുവാ? എന്റെ പേര് റഹീം. നിന്റെ വീട് എവിടെയാ? എന്റെ വീട് ഒരുപാട് ദൂരെയാ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതെല്ലാം അണ്ണ മോന് പിന്നെ പറഞ്ഞുതരാം. മോന്റെ വീട് എവിടാ? ഇതെന്റെ വീടാ. മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് എന്റെ പപ്പ, അമ്മി, പിന്നെ ഞാൻ. മോനെ, മോന്റെ പപ്പയും അമ്മ എവിടെ? പപ്പ അങ്ങ് വെളിയിൽ പോയി. മമ്മി എനിക്ക് വേണ്ടി അടുക്കളയിൽ നൂഡിൽസ് ഉണ്ടാക്കുക. എന്നാ ഞാൻ എന്നാ പോവാ, എനിക്ക് കാർട്ടൂൺ കാണണം. മമ്മി എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചേക്കും. മോനെ നിക്ക്, മോനെ നിക്ക്. എനിക്ക് പോണം, എനിക്ക് കാർട്ടൂൺ കാണണം. നിക്ക് മോൻ നിക്ക്, അവിടെ നിക്ക്. എനിക്ക് കാർട്ടൂൺ കാണണം. കാർട്ടൂൺ നമ്മൾ കാണിച്ചില്ല, ഞങ്ങൾ കാണിച്ചില്ല. നിക്ക്, അവിടെ നിക്ക്. എനിക്ക് കാർട്ടൂൺ കാണണം. അഞ്ചാറ് കാണിച്ചില്ല ഞങ്ങള്. അല്ലേ കാർട്ടൂൺ ഞങ്ങൾ കാർട്ടൂൺ കാണിച്ചില്ല, നല്ല കാർട്ടൂൺ കാണിച്ചില്ല. മോൻ അവിടെ നിക്ക്, ഞങ്ങൾ കാണിച്ചില്ല. മോൻ ഇഷ്ടമുള്ള കാർട്ടൂൺ കാണിച്ചില്ല. മോൻ അവിടെ നിക്ക്. മോൻ ഏത് കാർട്ടൂണാ കാണണ്ടേ? ഏത് കാർട്ടൂണാ കാണണ്ടേ? മോൻ എന്തു വേണ്ടേ? ഏതാ കാണേണ്ടത്? ഏതാ വേണ്ടേ? മോൻ ഏത് കാർട്ടൂണാ കാണണ്ടേ ഒന്ന് പറഞ്ഞേ. എനിക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കാണിച്ചു തരുമോ? ആരും പെർമനന്റ് അല്ല. ഇന്നത്തെ കാലത്ത് ആരും പെർമനന്റ് അല്ല, എല്ലാരും ടെമ്പററി. നമ്മുടെ സമയം കളയാനായിട്ട് നമ്മളെ ഓമന പേരിട്ട് വിളിക്കുവന്, നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുവന്, നമ്മളടുത്ത് വിളിക്കുന്ന വിളികളൊക്കെ അവര് മാറ്റും. ഓമന പേരിട്ട് വിളിക്കുന്ന വിളികളൊക്കെ മാറി അവര് നമ്മളെ ഇയാള്, താന്, നിങ്ങൾ, എടോ എന്നൊക്കെ വിളിക്കും. പക്ഷേ അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ പന്ന ഡാഷ് മക്കളെയൊക്കെ ഒഴിവാക്കണം നമ്മുടെ മനസ്സിൽ നിന്ന്. അവരെയൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം നമ്മുടെ മനസ്സിൽ നിന്ന്. അവരെ നമ്മുടെ മനസ്സിൽ നിന്ന് പിഴുതെറിയണം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ശരിയാ, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. നമ്മളെന്തിനാ അങ്ങനെ ഒരാളെ ഓർത്ത് വിഷമിക്കുന്നത്? പോകുന്നവരൊക്കെ പോട്ടെ. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ജോബി എന്തിനാ ജീവിതം അവസാനിപ്പിക്കുന്നത്? അതിന് ആര് ജീവിതം അവസാനിപ്പിക്കുന്നു? ആര് ജീവിതം അവസാനിപ്പിക്കുന്നു? അത് താൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുത്തന്റെ പേര്? തോന്നു അലക്സ്. അവനെ കിട്ടത്തുള്ളവനൊക്കെ ഒരു മനോധൈര്യം അവനില്ല. എന്നെ കണ്ടുപിടി, സ്ട്രോങ് ആണ് ഞാൻ. മോനെ, ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി പോകാനുള്ള വഴി മോൻ കാണിച്ചു തരുമോ? എന്റെ അമ്മ വഴക്ക് പറയും. മോൻ ഞങ്ങൾക്ക് ഇറങ്ങി പോകാനുള്ള വഴി കാണിച്ചു തന്നില്ലെങ്കിൽ കോക്കാച്ചി ഒന്ന് മോനെ പിടിച്ചോണ്ട് പോകും. കോക്കാച്ചി വരുവോ? ആ കോക്കാച്ചി വരും, മോനെ പിടിച്ചോണ്ട് പോകും. വലിയ കണ്ണും നീണ്ട നാക്കും കൂർത്ത പല്ലും ഒക്കെ ഉണ്ട്. മോനെ ഒന്ന് പിടിച്ച് ഞെക്കി മോനെ ചോരയൊക്കെ ഊറ്റി കുടിക്കും കോക്കാച്ചി. അറിയോ, വലിയ നീണ്ട വാലൊക്കെ ഉണ്ട്. കോക്കാച്ചി വന്നാ മോനെ കൊല്ലും. കോക്കാച്ചി മോനെ കൊല്ലും, മോനെ കുത്തി കീറും. ആ ഭയങ്കര അപകടകാരിയാ കോക്കാച്ചി, അറിയോ? ജീവൻ എടുത്തിട്ട് മോനെ എന്തായാലും കൊല്ലും. പിച്ചി ചീന്തികളെ വളഞ്ഞു പിടിച്ച് നഖം കൊണ്ട് മോനെ ദേഹത്ത് മുറിവുണ്ടാക്കും. അറിയാം, കീറിക്കളയും.
പിന്നെ മോനെ ഒരു രക്ഷയില്ല. മര്യാദയ്ക്ക് വഴി കാണിച്ചു തന്നു. ഞാൻ ഇറങ്ങി പോകാനുള്ള വഴി കാണിച്ചത്. ഇവിടെ ഇറങ്ങി പോകാനുള്ള വഴി കാണിച്ചത്. ആരുമില്ലേ? ഓർക്കാൻ പറ്റുന്നില്ല. രക്ഷപ്പെടാനുള്ള വഴി നോക്കിയതാണല്ലേ? അത് വെറും ഒരു സ്വപ്നം മാത്രം. നല്ല ചുമയുണ്ടല്ലോ. എത്ര നാളായി ചുമ തുടങ്ങിയിട്ട്? എനിക്ക് ആസ്മയുണ്ട്. മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ലേ? ഇല്ല, കഴിക്കുന്നില്ല. ആ, അതാ കാര്യം. ഞാൻ കുറച്ച് ആത്മയ്ക്കുള്ള കുറച്ച് മെഡിസിൻസ് പറഞ്ഞില്ല. അപ്പൊ കുറച്ച് ആത്മ മെഡിസിൻസ് പറഞ്ഞുതരാം. ഞാൻ കുറിച്ച് തരാം. കോർട്ടിക്കോസ്റ്റീറോയിഡ് കഴിക്കാം. ആൽബുട്രോൾ, HFA, Duchenne, budesonide, cyclosporine, omalizumab, methyl xanthides. അപ്പൊ ചോദിച്ചാൽ ഞാൻ ഡോക്ടർ സാമുവൽ. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റ്. പഠിച്ചതൊക്കെ എവിടെയാ? MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സൈക്യാട്രിക് MD എടുത്തത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും. എനിക്ക് കുറച്ച് സൈക്കാട്രിക് മെഡിസിൻസ് പറഞ്ഞു തരാമോ? ഷുവർ. ആർക്ക് വേണ്ടിയാണ്? എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. ഓക്കെ. ആക്ച്വലി ഇതൊന്നും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് ചോദിച്ചാൽ അവർ തരില്ല. ഈ കുറിപ്പ് എഴുതി തരാം. അത് നിങ്ങൾ ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് ഡോക്ടർ സാമുവൽ പറഞ്ഞാൽ സൈക്യാട്രിസ്റ്റ്. അപ്പം മെഡിസിൻസ് പറഞ്ഞുതരാം. സൈക്യാട്രിക് മെഡിസിൻസ്: ഡയസെപ്പം, ക്ലോണാസെപ്പം,
Asanapin, Paliperidol, Dostamine, Alprazolam, Dosilepin, beta blockers, Cytoxin, Xanax, Warab, Polina, Stopiclone, Sertraidin. ഇതൊന്ന് പറഞ്ഞാൽ മതി. എനിക്ക് സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് വലിയ അറിവില്ല, അതുകൂടി ഒന്ന് പറഞ്ഞുതരാമോ? വായിന്നോ? നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് പറഞ്ഞുതരാം. സ്കിസോഫ്രീനിയ, ന്യൂറോസിസ്, പാരനോയിയ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD. പിന്നെ അടുത്ത കുറച്ച് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂറോട്ടോമാനിയ, മെത്തോമാനിയ, സ്റ്റെൻഡാൽ സിൻഡ്രോം, Capgras syndrome, walking corpse syndrome, clinical lycanthropy, alien hand syndrome, bruxism, body dysmorphia, pica, delusion, anorexia, exhibitionism, bulimia, dyslexia, erotomania, hypochondriasis, hysteria, Munchausen syndrome. സോ പേഷ്യൻസ്, ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു പ്രത്യേക തരം ഒരു സ്റ്റിച്ചിങ് ഉണ്ട്, ബേസ്ബോൾ സ്റ്റിച്ചിങ്. തുന്നി 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 തയ്യും, എന്നിട്ട് നെറ്റി ഭാഗത്ത് തുന്നി തയ്യും. ഇതാണ് പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി. ഞാനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുക. കാണാൻ വരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കാണാനും ചെയ്യാനും നല്ല ധൈര്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് 3 പേർക്കും നല്ല ഹാർട്ട് ബീറ്റ് കൂടുതലാണ്, ധൈര്യം വളരെ കുറവാ. ഇത് ചെയ്യണമെങ്കിൽ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും കാണണമെങ്കിൽ നല്ല ധൈര്യം വേണം. അപ്പോ നിങ്ങൾക്ക് ധൈര്യമില്ല. ശരി, الله أكبر الله أكبر الله أكبر الله أكبر. എനിക്ക് നിസ്കരിക്കാൻ സമയമായി. അസറിന്റെ ബാങ്ക് വിളിച്ച്. നിങ്ങൾ ദൈവവിശ്വാസിയാണ്? ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ എന്നും ബൈബിൾ വായിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 21-22 അധ്യായത്തിൽ പറയുന്നു. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും അവൻ എന്ത് പ്രയോജനം? മത്തായി 16-26 അധ്യായത്തിൽ പറയുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു, നിങ്ങൾ ശാന്തരായിരിക്കും. പുറപ്പാട് 14-14 അധ്യായത്തിൽ പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ
നമ്മുടെ ആത്മാവിന്റെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഫിലേമോൻ 1:25 അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങളാരാണ്? ഞാൻ ഭഗവത്ഗീതയിൽ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ശ്രീകൃഷ്ണനാണ്. ഞാൻ എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് ശ്ലോകങ്ങൾ ചൊല്ലാറും ഭഗവാന്റെ സാന്നിധ്യം. സർവലോക മഹേശ്വരം സർവഭൂതാത്മനും സത്യം വ്യാജാസ്തമ ഇതി പുനഃപ്രകൃതി സംഭവ. റബ്ബേ, അസ്സലാമു അലൈക്കും. This is Rorschach ink flow test. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കിപ്പോൾ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ഒരു കോട്ടാണ് ഓർമ്മ വരുന്നത്. ആർട്ട് ഈസ് നെവർ ഫിനിഷ്ഡ്, ഓൺലി അബാൻഡൻഡ്. നിങ്ങളാരാണ്? ഐ എം ആൻ ആർട്ടിസ്റ്റ്. ഞാൻ കുറച്ച് ഗ്രാഫൈറ്റ് പെൻസിലിന്റെ ഗ്രേഡിംഗ് സ്കെയില് പറഞ്ഞു തരാം. അത് ഒരു സ്കെയിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 9H to 2H ഒരു പോയിന്റാണ്. H, F, HB, B, 2B to 9B അതൊരു ഗ്രാഫൈറ്റ് പെൻസിലിന്റെ ഗ്രേഡിംഗ് സ്കെയിലാണ്. അതാണ് നമ്മുടെ ഒരു കലാകാരന്റെ മനസ്സിൽ പ്രധാനമായിട്ടും വേണ്ടത്, ആ ഗ്രാഫൈറ്റ് പെൻസിലിന്റെ ഗ്രേഡിംഗ് സ്കെയിലാണ്. ഇനി ഞാൻ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി ഞാൻ പറഞ്ഞു തരാം. ഒരു കളർ തിയറിയാണ്. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ഇതെല്ലാം കൂൾ കളേഴ്സ് ആണ്. റെഡ്, ഓറഞ്ച്, യെല്ലോ ഇതെല്ലാം വാം കളേഴ്സ് ആണ്. ഇനി ഞാൻ കുറച്ച് കളർ മിക്സിംഗ് പറഞ്ഞുതരാം. ഒരു കളർ മറ്റൊരു കളറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഒരു കളർ കിട്ടും. അതാണ് കളർ മിക്സിംഗിൽ പറയുന്നത്. ഒരു റെഡ് കളറും ഒരു യെല്ലോ കളറും കൂടി മിക്സ് ചെയ്താൽ ഓറഞ്ച് കളർ കിട്ടും. യെല്ലോ പ്ലസ് ബ്ലൂ ഗ്രീൻ കളർ കിട്ടും. റോസ് പ്ലസ് ഗ്രീൻ മെറൂൺ കളർ കിട്ടും. മെറ്റാലിക് പർപ്പിൾ പ്ലസ് നിയോൺ യെല്ലോ ഹാർവസ്റ്റ് ഗോൾഡ് കളർ കിട്ടും. അതാണ് കളർ മിക്സിംഗ്.
ഞമ്മൾ ആരിഫ ബീവിയാണേ. ഓന് ലത്തീഫ് ഉസ്താദിനെ അറിയാവാനേ? ഞമ്മള് ലത്തീഫ് ഉസ്താദിന്റെ ബീവിയാ. ഞമ്മള് ലത്തീഫ് ഉസ്താദ്, ഞമ്മളെ ബീവി ആരിഫ ബീവി. മക്കളെ സുന്നത്ത് ചെയ്ത മക്കളെ, ഞമ്മള് ചെയ്ത് തരാൻ ഞമ്മള് അവസാന. മക്കളെ മക്കളെ ഇങ്ങോട്ട് വരി, ഞമ്മള് സുന്നത്ത് ചെയ്ത് തരാ. നല്ല അസലായിട്ട് ചെയ്ത് തരാ. നല്ല കരിക്ക് പറ്റുന്ന പോലത്തെ ഷേപ്പിൽ ചെയ്ത് തരാ. നല്ല ചെയ്ത് തരാ. ഞമ്മള് നല്ല രീതിക്ക് ചെയ്ത് തരാ. ഞമ്മളല്ലേ ഉസ്മാന്റെയും ജബ്ബാറിനെയും കരീമിനെയും റാഫിയെയും എല്ലാം സുന്നത്ത് ചെയ്തത്. പനി സുഖം തന്നെയാണ്. ഞമ്മളെ കെട്ടിയോൻ ലത്തീഫ് ഉസ്താദ് പള്ളിയിൽ പോയേക്കുവാ. ഞമ്മള് നിസ്കാരം ഒന്നും മുടക്കാറില്ല മോനെ. ഞമ്മളെന്നാ നിസ്കരിച്ചിട്ട് വരാം. അല്ലാഹു അക്ബർ. ഓക്കെ, എന്റെ സൈക്കോ അനാലിസിസ് പൂർത്തിയായിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ഡിസോസിറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്തഗ്ഫിറുല്ലാഹൽ-അലീം, അസ്തഗ്ഫിറുല്ലാഹൽ-അലീം, അസ്തഗ്ഫിറുല്ലാഹൽ-അലീം. ഓനെ ഓനെ ഞമ്മള് നിസ്കരിച്ചു വരുന്നത്. ഇനി ഞമ്മക്ക് നേരത്തെ പറഞ്ഞ നിക്കാഹിനുള്ള സാധനം വാങ്ങാൻ പോണം. ഞമ്മള് നേരത്തെ പറഞ്ഞില്ലേ, ഞമ്മള് ആരിഫ ബീവി. നിങ്ങൾക്ക് ടോട്ടൽ 23 പേഴ്സണാലിറ്റീസ് ആണുള്ളത്. നിങ്ങൾക്ക് 7 തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പിന്നെ സ്പിരിച്വൽ നോളജുള്ളതാണ്, ഡോക്ടർ നോളജുള്ളതാണ്, അതായത് മെഡിക്കൽ ടേംസിനെ കുറിച്ച്. പിന്നെ നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ചൈൽഡിഷ് ആയി, അതായത് കുട്ടിത്തം പോലെ പെരുമാറും. പിന്നെ നിങ്ങൾ സ്ത്രീ കഥാപാത്രമാകും. പിന്നെ ഒരു ഗേ ക്യാരക്ടർ. ഇതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട 7 പേഴ്സണാലിറ്റി. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നിങ്ങളുടെ ഈ 23 പേഴ്സണാലിറ്റീസ് അല്ലാതെ 24ാമതൊന്നും കൂടി വരാൻ സാധ്യതയുണ്ട്. അത് അത്യന്തം അപകടകാരിയായ ഒരു പേഴ്സണാലിറ്റിയാണ്. അത് വരാതെ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മക്കൾ പേടിച്ചു പോയാ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേജാറായിരിക്കണത്? മക്കൾ പേടിച്ചു പോയാ? താത്ത ചുമ്മാ കളിച്ചതല്ലേ അവനെ? ഇതൊക്കെ താത്താടെ കളികളാ. ആ
Ben bir kahramanım ve bir kutlu adamım. മോനെ അവിടെ ആരെ ബെല്ലടിച്ച് ഞമ്മളെ കെട്ടിയവനാണെന്ന് തോന്നുന്നു. പള്ളിയിൽ പോയിട്ട് വന്നതാ. ഞമ്മളെന്നാ കഥ പോയി തുറന്നിട്ട് വരാം. മക്കളിവിടെ ഉണ്ടായിരിക്കണേ. നമ്മളെ കെട്ടിയവൻ ഇപ്പം വരും. ശബ്ദം വെക്കാതിരിക്കണം. ഞമ്മളെ കെട്ടിയവൻ എത്തിക്കൂട്ടാതെ ഭയങ്കര കുഴപ്പാ. മദ്രസയില് പിള്ളേരെ എല്ലാം ചൂരല് വെച്ച് അടിക്കും. അതേപോലെ മക്കളെ അടിക്കും. ഉണ്ടായിരിക്കണം. ഞമ്മളെന്നാ പോയിട്ട് വരാം. അസ്സലാമലൈക്കും താത്ത. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓനെ താത്ത കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനിപ്പോ എന്ത് ഓനെ, ഞമ്മള് ഓന് വെള്ളം തരാം. ഞാൻ അകത്തോട്ട് കയറി വരട്ടാ. ഹൈമാരെ, ഞമ്മളെ കെട്ടിയോൻ ഇവിടെ ഇല്ല. ഞമ്മളെ കെട്ടിയോൻ പള്ളിയിൽ പോയേക്കുവാ. കെട്ടിയോൻ ഇല്ലാത്ത നേരത്ത് ഓൻ കയറി വരുവാ. പോനെ. താത്താവിന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് താത്ത ഒരു പാവമാണ്, എന്ത് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മതിയെന്ന് താത്താവിന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മളെ ജത്തീഫ് ഉസ്താദാ. ഓനെ അസ്തഗ്ഫിറുല്ലാഹ്. വാ കേറി വാ ഓനെ. വാ കേറി വാ. വാ ഓനെ. ഓൻ വരി. ഓനെ ഓനെ ഞമ്മളെ ഓന് വെള്ളം മാത്രമല്ല, ഓന് വെള്ളമല്ല, ഓന് ഞമ്മളെ ആട്ടുംപാല് തരാം. നല്ല നാട ആട്ടുംപാല്. വാ ഓനെ. ഓനെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഞമ്മളാരാണെന്ന് ഓന് മനസ്സിലായ? ഞമ്മള് ആരിഫ ബീവി ഓനെ. നേരത്തെ ഓന് ഞമ്മള് വെള്ളം തരുമെന്ന് പറഞ്ഞില്ലേ? ഞമ്മള് വെള്ളം തരുമെന്ന് പറഞ്ഞാ ഞമ്മള് ആട്ടുംപാല് തരും. ഞമ്മള് ആട്ടുംപാല് തരുമെന്ന് പറഞ്ഞാ ഞമ്മള് ഒട്ടകത്തിന്റെ പാല് തരും. ഞമ്മള് ഒട്ടകത്തിന്റെ പാല് തരുമെന്ന് പറഞ്ഞാ ഞമ്മള് അസല് പശുവും പാല് തരും. അതാണ് ഓനെ ഞമ്മള് ആരിഫ ബീവി. മോനെ ഞമ്മക്കേ ഒന്ന് ജംഗ്ഷൻ വരെ പോണവനെ. ഇനിയിപ്പോ എന്ത് കേറി? മോന് വല്ല പ്രശ്നമുണ്ടാ? നമുക്ക് എന്തൊരു പ്രശ്നം? കേറാത്ത നിങ്ങളെ നോക്കാണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. കേറ്. കേറട്ടാ? ഓ കേറുന്നു. ഓന്റെ അമ്മ വല്ലതും പറയും. അതിനൊന്നും ഒരു കാര്യമില്ല. കേറാത്ത എന്നാ ഞമ്മള് കേറട്ടാ? പിന്നെന്ത് കേറി? മോനെ ഒന്ന് അച്ചച്ചൊക്കെ ചെയ്തിരിക്കണേ. കേറാൻ ഇത്ര സ്ഥലം കിടക്കുന്നുണ്ട്. ഞാൻ ഓനെ ഓ ഓ ഓ എടുക്കോനെ. Accende lumen sensibus, infunda amorem cor vivus, accende dolores provimus. أنا شيطان أريد أن أقتل الجميع، أريد أن أشرب الدم، سوف أدمر العالم. Deo gloria, et filo via mortis surrexi, ad Mario, in secundum saecula.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇവിടെ നിൽക്കുന്ന എന്തിനു വാ എന്നാ കേര് വാങ്ങേ. പറഞ്ഞത് കേട്ടിടത്തോളം ഇത് ഡ്രീം ടെലിപ്പതി അല്ലെങ്കിൽ ടെലിപ്പതി ലൂസിഡ് ഡ്രീമിംഗ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പറഞ്ഞ മൊട്ടയടിച്ച വ്യക്തി ഞാൻ ട്രീറ്റ് ചെയ്യുന്ന സൈക്കാട്രിക് പേഷ്യന്റാണ്. നിങ്ങൾ മൂന്നുപേരും ഞാൻ ട്രീറ്റ് ചെയ്യുന്ന സൈക്കാട്രിക് പേഷ്യന്റിന്റെ ഡ്രീമിലൂടെ അകപ്പെട്ടിരിക്കുകയാണ്. അയാൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണ്. അദ്ദേഹവുമായി ഞാൻ മുന്നേ ഒരു സൈക്കോതെറാപ്പി നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വിഷമവുമില്ല. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ആൻഡ് സൈക്കോളജി പ്രൊഫസറായിരുന്ന മാത്യു വോക്കർ നടത്തിയ എക്സ്പെരിമെന്റിൽ REM സ്ലീപ്പ് റിഡക്ഷൻ ഉണ്ടായാൽ കോംപ്ലക്സ് ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള എബിലിറ്റി കുറയും. റോം യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ക്രിസ്റ്റീന മർസാനോ 65 കുട്ടികളെ വെച്ച് ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഇലക്ട്രോ എൻസെഫലോഗ്രാഫി ടെസ്റ്റ് ഉപയോഗിച്ച് കുട്ടികളുടെ ബ്രെയിൻ വേവ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒരു റെയർ ക്ലിനിക്കൽ കണ്ടീഷൻ ഉണ്ട്, ചാർക്കോട്ട് വിൽബ്രാൻഡ് സിൻഡ്രോം. അതൊരു ന്യൂറോളജിക്കൽ സിംറ്റമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണുവാനുള്ള എബിലിറ്റി കുറയും. ദൈവം സഹായിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ. 1895 ജൂലൈ 24 ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്ന ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ ഞാനൊരു മാർഗം ചിന്തിച്ചു. ഒരുപക്ഷെ എന്നോട് തുറന്നു പറയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് പ്രവേശിച്ച് അതുവഴി ഒരു ഇന്ററാക്ഷൻ നടത്തി മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആ സ്വപ്നങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടാകാം. അതിൽ നിന്നും പുറത്തു വരാൻ വലിയ പ്രയാസമാണ്. ശൈത്താൻ വന്നപ്പോൾ മറ്റു 2 പേർ ഡ്രീമിൽ നിന്ന് പാർഷ്യലി എണീറ്റിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു സ്വപ്നത്തിലേക്ക് പോയിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെപ്പോലെ തന്നെ അവരും സ്വപ്നത്തിൽ നിന്ന് പൂർണ്ണമായി എഴുന്നേറ്റിട്ടുണ്ടാകാം. അയാൾ നിങ്ങളുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. നിസ്സാരമായ കലയല്ല, അതിനു വേണ്ടി ഉണർന്നിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഞാൻ അയാളുമായി സംസാരിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള മുൻപരിചയമുണ്ടോ? ഇപ്പോൾ നായകന്മാരുടെ കാലമല്ല, വില്ലന്മാരുടെ കാലമാ. നെഗറ്റീവ് ഷെയ്ഡുകളുടെ കാലമാ. ഞാൻ നല്ലവനല്ല, ഞാൻ മോശപ്പെട്ടവനാ. ബൻബിർ കഹറമാനും പേടിർ കുത്താദം. I'm a hero and a villain.